പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ നടപടികൾ കടുപ്പിച്ച് ഇന്ത്യ. സിന്ധു നദീജല കരാറിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന് ആഭ്യന്തരമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. പാക് പൗരന്മാരെ നാട് കടത്താനും സംസ്ഥാനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. അതേസമയം ബന്ദിപ്പോറയിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറെ സൈന്യം വധിച്ചു. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കർശന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. പ്രത്യേകിച്ചും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കരാർ മരവിപ്പിൽ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം ഈ പാകിസ്ഥാന് ജലം നൽകുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ തന്നെയും ജലം നൽകുന്നത് നിർത്തലാക്കുന്ന പദ്ധതികളൊക്കെ തന്നെയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ 3 പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജലശക്തി മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തിലൊരു ധാരണയുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം ഈ പാകിസ്ഥാൻ പൗരന്മാരൊക്കെ തന്നെയും രാജ്യം കടത്തണമെന്ന ഒരു നിർദ്ദേശവും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ പാകിസ്ഥാൻ പൗരന്മാർ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ട് അവരുടെ ഒരു പട്ടിക കൃത്യമായി സംസ്ഥാന സർക്കാരുകൾ തയ്യാറാക്കണം. അവർക്ക് കൃത്യമായി രാജ്യം വിടണമെന്ന നിർദ്ദേശവും നൽകണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പ്രധാനമായും പങ്കുവച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി പൂനെയിൽ ജില്ലാ ഭരണകൂടം നടപടികൾ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. 111 പാകിസ്ഥാൻ പൗരന്മാരുടെ 27-ാം തീയതി രാജ്യം വിടണമെന്ന് ഇപ്പോൾ പൂനെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ താമസിക്കുകയും അതോടൊപ്പം ജോലി ചെയ്തും വരുന്നത്. ഇവരെയൊക്കെ തന്നെയും കണ്ടെത്തി നാടു കടത്തണമെന്നുള്ള ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിമാർക്ക് നൽകും. വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലെയും നടപടികൾ വേഗത്തിലാക്കണമെന്നുള്ള കാര്യവും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ ഭീകരരെ തെരഞ്ഞു പിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളൊക്കെ തന്നെയും വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉധംപൂരിലും അതോടൊപ്പം ഈ ബന്ദിപ്പൂർ മേഖലകളിലും പഹൽഗാമിൻ്റെ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ സൈന്യവും അതോടൊപ്പം ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡറായിട്ടുള്ള അൽതാഫ് ലലിയെ ഇന്ന് പിടികൂടുകയും അതോടൊപ്പം വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും തുടർ നടപടികളും അന്വേഷണ ഏജൻസി അടക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും ഈ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ ആയിട്ടുള്ള ഇയാൾ ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട്, അതായത് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിച്ച് വരികയാണ്. എന്തായാലും നിലവിൽ ഈ പഹൽഗാം കേന്ദ്രീകരിച്ചും അതോടൊപ്പം ഈ ബൈസൺ വാലി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ NIA-യുടെയും അതോടൊപ്പം രഹസ്യ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇന്ന് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന കടകമ്പോളങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും നാളെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ തുടരുമെന്ന് തന്നെയാണ് അന്വേഷണ ഏജൻസികളും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ഈ പ്രാദേശിക മേഖലകളിൽ നിന്നും സഹായം ലഭിച്ചതുമായി ബന്ധപ്പെട്ട സൂചനകളൊക്കെ തന്നെയും അന്വേഷണ ഏജൻസികൾ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ മേഖലയിൽ വീടുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. അതേസമയം ഈ ഭീകരർ എന്ന് കരുതപ്പെടുന്ന 2 പേരുടെ വീടുകൾ ജമ്മു കാശ്മീരിൻ്റെ പ്രാദേശിക സർക്കാർ സ്ഫോടകത്തിലൂടെ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടി കേന്ദ്ര സർക്കാരും അതോടൊപ്പം ജമ്മു കാശ്മീർ സർക്കാരും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഈ മേഖലകളിലൊക്കെ തന്നെയും കർശനമായിട്ടുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ കേന്ദ്രസേനയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കരസേനാ മേധാവിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉധംപൂരിലും അതോടൊപ്പം ഈ ബന്ദിപ്പൂരിലും പഹൽഗാമിൻ്റെ വിവിധ മേഖലകളിലും കൂടുതൽ സൈന്യത്തെയും അതോടൊപ്പം ജമ്മു കാശ്മീർ പോലീസിൻ്റെ പ്രത്യേക സംഘത്തെയും വിന്യസിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ജമ്മു കാശ്മീർ സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം 28-ാം തീയതി ജമ്മു കാശ്മീർ നിയമസഭ പ്രത്യേകമായിട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കുകയും അതോടൊപ്പം ജമ്മു കാശ്മീരിൻ്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളൊക്കെ തന്നെയും ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ലഫ്റ്റനന്റ് ഗവർണർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ചർച്ചകളിൽ
നടപടികളിൽ പങ്കാളിയാകുമെന്നാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ളയും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. വിവിധ മേഖലകൾ ഇതുമായി ബന്ധപ്പെട്ട സൈനികരുടെ സാന്നിധ്യവും അതോടൊപ്പം സൈനികരുടെ വിവിധ മേഖലകളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ കർശനമാക്കി മുന്നോട്ട് പോവുക തന്നെയാണ് കേന്ദ്രം. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.